ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ലൈക്ക് 1K ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനാണ്. ചന്ദ്ര രേവതിയുടെ അടുത്ത് ചെന്നിട്ട്, നീ എന്താടി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാതെ ഇവിടെ കയറി കിടക്കുന്നത്? നീ എന്താടി കാണിക്കുന്നത്? അമ്മേ, എനിക്ക് തീരെ വയ്യമ്മേ, നല്ല സുഖമില്ലമ്മേ. എടി, നീ എന്താ അഭിനയിക്കുകയാണോ? അതെ, എന്റെ മുമ്പിൽ നീ അഭിനയിക്കരുത് കേട്ടോ. അല്ലമ്മേ, ഞാൻ അഭിനയിക്കല്ല, ഞാൻ വല്ലാത്ത ടയേർഡാ. സ്വരം പോയി, അതുപോലെ തന്നെ ദേഹം മുഴുവനും വേദനിക്കുക. ഓഹോ, അത് കൊള്ളാലോ. നീ എന്താ കാട്ടില് മരം വെട്ടാൻ പോയോ? അതോ ഇനി പറമ്പിൽ കിളയ്ക്കാൻ പോയോ? ശരീരം വേദനിക്കുന്നു പോലും. എടി, നിനക്ക് ശകലം പോലും ഉളുപ്പില്ലേടി ഇതൊക്കെ പറയാന്? ഒരു ജോലിയും ചെയ്യാതിരിക്കാനുള്ള നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ, അത് കൊള്ളാം. അതേതായാലും കലക്കി. എന്റെ അടുത്തേ ഈ അടവ് വേണ്ട. എന്തിനാടി ഈ വേഷം കെട്ട്? നിനക്കറിയാലോ ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ലെന്ന്. അതുകൊണ്ടേ പെട്ടെന്ന് പോയി ജോലി ചെയ്യ. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുക. ശ്രുതി മോൾക്കും വിശക്കുക. പെട്ടെന്ന് എണീറ്റ് പോകാനാ പറഞ്ഞത് ചെയ്തില്ലെങ്കിലേ എന്റെ തനി സ്വഭാവം എന്താണെന്ന് നീ അറിയും. ഇതുവരെ എന്റെ കൈ നിന്റെ മേത്ത് വീണിട്ടില്ല. ഞാൻ അടിച്ചാലുണ്ടല്ലോ മര്യാദയ്ക്ക് എണീക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി ഇത് കേട്ടതും പതിയെ എണീറ്റ് കേട്ടോ. എണീറ്റ് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതി ഇത് കണ്ടിട്ട് വല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രയോട്, ആന്റി, അവള് കള്ളം പറയുന്നൊന്നും അല്ലെന്നാ തോന്നുന്നത്. അവക്ക് സുഖമില്ല. അതുകൊണ്ട് വേണോ ആന്റി ഒരു കാര്യം ചെയ്യ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. നീ എന്തിനാ മോളെ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. അവക്കിതല്ലാതെ വേറെ എന്താ ജോലി ഉള്ളത്? അവളെ ഇവിടെ നിർത്തിയേക്കുന്നത് തന്നെ ഈ വീട്ടിലെ അടുക്കള ജോലി ചെയ്യാനല്ലേ. അപ്പൊ പിന്നെ അവള് ചെയ്തോളൂ. മോൾ അത് മൈൻഡ് ആക്കണ്ട. അവൾക്ക് ഒരു വയ്യായികയില്ലെന്നേ. അവളെ അഭിനയിക്കുന്നതാ, നല്ല അഭിനയം. അവളെ കുറിച്ച് മോക്ക് എന്തറിയാം? അവളെ പഠിച്ച കള്ളി. അതുകൊണ്ട് മോൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, നീ അവളെ കുറിച്ച് ചിന്തിക്കണ്ട, സംസാരിക്കുക പോലും ചെയ്യരുത്. നിന്റെ റേഞ്ചിലുള്ളവരോട് മാത്രമേ നീ ഇടപെടാൻ പാടുള്ളൂ. അവള് പൂ കെട്ടുന്ന കുടുംബത്തിൽപ്പെട്ടവളല്ലേ. നീ മലേഷ്യയില് വലിയ പണക്കാരന്റെ മകള്. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ശ്രുതിക്ക് വല്ലാണ്ടങ്ങ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഒരിക്കലും നമ്മുടെ രേവതിയുടെ ഒപ്പം പോലും നിൽക്കാനുള്ള ആ ഒരു ഗതി ഇല്ലാത്തതാണ് നമ്മുടെ ശ്രുതിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെയൊക്കെ, അതറിയാതെയാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് ചന്ദ്ര പറഞ്ഞു, നീ നിന്റെ പൊസിഷനിൽ നിന്ന് ഒരിക്കലും താഴെ പോകാൻ പാടില്ല. ഇപ്പൊ നീ നിന്റെ അച്ഛനുമായിട്ട് പിണക്കത്തില്ല. അതോർത്ത് ജീവിതകാലം മുഴുവനും നിന്റെ അച്ഛനുമായിട്ട് പിണക്കം കാണുമോ? ഒരു കാലം നിന്റെ അച്ഛനുമായിട്ടുള്ള പിണക്കം മാറും. അയാൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ. നീ ആരാണെന്ന് നീ ഒന്ന് ഇടയ്ക്കെങ്കിലും ഓർത്ത് നോക്ക് ശ്രുതിമോളെ. കോടീശ്വരിയ. അപ്പൊ പിന്നെ ഇതുപോലെയുള്ള കൂട്ടങ്ങളോട് സംസാരിക്കുകയേ വേണ്ട. അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും മോക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയാതെ വയ്യ. നീയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അമ്മ ഇടയ്ക്ക് ഇതൊക്കെ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് നമ്മുടെ രേവതി അകത്തെ റൂമില് ഇരിക്കുന്നത്. എന്നിട്ട് ഏതായാലും നമ്മുടെ രേവതി എണീറ്റ് പതിയെ കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്ര അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ രേവതി എണീറ്റ് പതിയെ നടന്നിങ്ങനെ വരികയാണ്. അവിടെയും ഇവിടെയും പിടിച്ചൊക്കെയാണ് നടന്നു വരുന്നത്. അത് നമ്മുടെ ശ്രുതി ശ്രദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് രേവതിക്ക് ഒട്ടും വയ്യ, രേവതിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് പാടുപെട്ടാണ് നമ്മുടെ രേവതി കിച്ചണിലേക്ക് ചെല്ലുന്നത്. ഏതായാലും ഇത് ശ്രുതി കണ്ടിട്ട് ശ്രുതിയുടെ റൂമിലേക്കും അങ്ങ് പോയിട്ടോ. അങ്ങനെ രേവതി കിച്ചണിൽ ചെന്നിട്ട് പതുക്കെ ടാപ്പൊക്കെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിന് ഭയങ്കര തണുപ്പ്, കയ്യിൽ വെക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ വെള്ളത്തിന് തണുപ്പാണ്. എന്ത് ചെയ്യാനാ? പതുക്കെ മുഖമൊക്കെ അങ്ങ് കഴുകിയിട്ട് ഓരോ പണികൾ തന്നെത്താനെ അവിടെ ഇരുന്നും നിന്നും ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ ഒരു അവസ്ഥയാ. ചെല്ലുന്നതേ അവിടെ ആദ്യം ഇങ്ങനെ ചാരി പിടിച്ച് നിൽക്കുക, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ. അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ തൂങ്ങി നിന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ജോലി ചെയ്തല്ലേ പറ്റൂ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രേവതി അവിടെ ഓരോ ജോലിയും ചെയ്യുന്നത് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടേ. അതിനിടയിലാണ് അരി എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് അയ്യോ, നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ടുള്ളത് മേലിൽ അരിപ്പാത്രത്തിൽ തൊട്ടു പോകരുത്, അരിപ്പാത്രത്തിൽ നിന്ന് അരി എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോയതും
പിന്നെ നേരെ ചെല്ലുകയാണ് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ അവിടെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് മുകളിലത്തെ നിലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് താഴത്തെ നിലയിൽ നിന്ന് നമ്മുടെ രേവതി മുകളിലത്തെ നിലയിലേക്ക് പതുക്കെ സ്റ്റെയർകേസിന്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ കുറച്ചു നേരം നമ്മുടെ ചന്ദ്രയല്ല രേവതി നോക്കി നിന്നിട്ട് അമ്മേന്ന് വിളിച്ചു. പതുക്കെയാട്ടോ വിളിച്ചത്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്താ നിനക്ക് പ്രശ്നം? ദേ കണ്ടില്ലേ ശ്രുതി മോളെ, നമ്മള് സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇവക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാ ഇവള് വന്നത്. അതൊന്നും അല്ലമ്മേ, ചോറ് വെക്കണ്ടേ? വേണം, ചോറ് വെക്കണം. ആരാ ചോറ് വെക്കണ്ടെന്ന് പറഞ്ഞത്? ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടത്. ഇനി ചോറ് വെക്കാൻ പ്രത്യേകിച്ച് ഞാൻ നിന്നോട് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? പോയി ചോറ് വെക്കടി. നിനക്ക് എന്താടി വേണ്ടത്? നീ എന്തിനാടി ഇവിടെ ഇപ്പം വന്ന് നിൽക്കുന്നത്? അത് പിന്നെ അരിയില്ലാതെ എങ്ങനെയാമ്മേ ചോറ് വെക്കാൻ പറ്റുന്നത്? അമ്മ വന്നെന്ന് എടുത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ വെക്കാം. ഓ കേട്ടോ ശ്രുതി മോളെ, ഇവക്ക് എന്താ വയ്യായിക ഉള്ളത്? അവളുടെ വായിന്ന് വന്നത് കേട്ടോ? ഇവക്കൊരു വയ്യായികയില്ല. നീ ഏതായാലും അടുക്കളയിലേക്ക് പൊക്കോ, ഞാൻ വന്നേക്കാം, ഞാൻ വന്ന് എടുത്തു തരാം, നീ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ രേവതി അവിടെ നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയോട് പറഞ്ഞു, അതെ മോളിവിടെ ഇച്ചിരി നേരം ഇരിക്കട്ടോ, ഞാൻ പോയി ആ പണ്ടാര കാലത്തേക്ക് അരി എടുത്ത് കൊടുത്തിട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അവൾ ഇനി എനിക്ക് സമാധാനം തരില്ല. ഞാനേ അരി എടുക്കാം. അവളെ അരിപ്പാത്രത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അരിപ്പാത്രത്തിൽ അവൾ കൈയിട്ടാല് ദാരിദ്ര്യം മാത്രമേ ഈ വീട്ടിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആന്റി പോയി എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കിച്ചണിൽ ചെന്നു അരിയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുക. അങ്ങനെ ചന്ദ്ര അരിയൊക്കെ എടുത്തു കൊടുത്തിട്ട് കയറിപ്പോയി. പിന്നെ നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം പാകമാക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടെടുത്ത് വെച്ചിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണ്? ചന്ദ്രനെയൊക്കെ വിളിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നേരെ വീണ്ടും മുകളിലേക്ക് ചെന്നിട്ട് ചന്ദ്രനെ വിളിക്കുന്നില്ല കേട്ടോ. ചന്ദ്രനെ വിളിക്കാതെ നേരെ രേവതി കയറി കിടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ചന്ദ്രനെ വിളിക്കാത്ത വേറെ ഒന്നുമല്ല, എല്ലാം ഡൈനിങ് ടേബിൾ പാകമാക്കി വെച്ചിട്ടാണല്ലോ. അപ്പൊ അവര് വന്ന് എടുത്ത് കഴിച്ചോളൂല്ലോ. അതുകൊണ്ട് അതൊക്കെ കയറി ഡൈനിങ് ടേബിൾ അല്ല സോറി, അതൊക്കെ പോയി കട്ടിലേൽ കിടക്കാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെയും ചന്ദ്രനെയും കാണിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും തമാശകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചിരിയാണ്. അങ്ങനെ ശ്രുതി കിടന്ന് ചിരിച്ചോണ്ടിരിക്കുക, കുടുകുടാ ചിരിക്കുക. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് വല്ലാത്ത ടാലന്റ് ആയി പോയിട്ടോ, എനിക്ക് ചിരിക്കാൻ വയ്യ. എന്തൊരു തമാശ ഇത്! ആന്റിയുടെ തമാശ കേട്ടെ സമയം പോയതേ അറിഞ്ഞില്ല. നന്നായിട്ട് തമാശ പറയുന്നുണ്ട് കേട്ടോ ആന്റി. ആണോ മോളെ, ഞാൻ തമാശ പറയുന്നുണ്ടോ? ഇതൊക്കെ എന്ത്! ഇതിനേക്കാളും വലിയ തമാശകളെ വരാനിരിക്കുന്നതേ ഉള്ളൂ. മോള് ഈ ചന്ദ്ര ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താലേ വൈറലാകും, അത് ഉറപ്പാ. ശരിയാ മോളെ, എന്റെ ടാലന്റ് ലോകം മുഴുവനും അറിയണം ആന്റി. ലോകം മുഴുവനും ആന്റിയുടെ ടാലന്റ് അറിയണം. എന്നിട്ട് വേണം നമുക്കൊക്കെ അഭിമാനിക്കാന്. എപ്പോഴാ മോളെ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാന് സമയമുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ആന്റിക്ക് വിശക്കുന്നില്ലേ? എനിക്ക് ഭയങ്കര വിശപ്പാ, നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലോ? ഇവളെന്താ ഇതുവരെ വിളിക്കാത്തത്? ഇതെന്താ ഭക്ഷണം ഇതുവരെ റെഡിയായില്ലേ? ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും സമയമൊന്നും വേണ്ടല്ലോ. ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇത്രയും സമയം അവൾ എന്തെടുക്കാ? വിശക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായതല്ലേ. കിച്ചണിൽ കയറി അവൾ ഇതെന്താ കിടക്കുകയാണോ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര പോയി താഴേക്ക്. അങ്ങനെ ചന്ദ്ര താഴേക്ക് ചെന്നതും കിച്ചണിൽ ആരും ഇല്ല കേട്ടോ. കിച്ചണിൽ ആരും ഇല്ലാത്തത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. അവളിതവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര കിച്ചണിൽ നിന്ന് നേരെ ഹോളിലേക്ക് പോയി. പക്ഷെ ഡൈനിങ് ടേബിൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നേരെ ഹോളിൽ നിന്ന് മുകളിലത്തെ റൂമിലേക്ക് ചെന്നു നമ്മുടെ രേവതിയുടെ അടുത്തേക്ക്. അപ്പൊ രേവതി വീണ്ടും കിടക്കുകയാണ്. അപ്പം ചന്ദ്ര, എന്താടി നീ ഇവിടെ വന്ന് കിടക്കുന്നത്? നിന്നോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഇവിടെ വന്ന് കിടക്കുവാണോ? എണീക്കടി എന്ന് പറഞ്ഞു. അത് പിന്നമ്മേ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതെല്ലാം ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തിനാ ഞാന്? ഓഹോ, അത് നിനക്ക് വന്നൊന്ന് പറഞ്ഞാൽ എന്താ? നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞങ്ങളെന്താ കണിയാന്റെ മക്കൾ വല്ലാണോ എല്ലാം നേരത്തെ കണ്ടുപിടിക്കാന്? ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട എന്നോർത്ത് കരുതി കൂട്ടി പറയാതിരുന്നായിരിക്കുമല്ലേ നീ? അല്ലമ്മേ, അതുകൊണ്ടല്ല. എനിക്ക് വിശക്കുന്നു. കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കി വന്ന് പറഞ്ഞു തരാം. ഏതായാലും വയർ ഉരുകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാനിപ്പോ പോകാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ പോയി കേട്ടോ. രേവതിക്ക് അതൊന്നും കേൾക്കാൻ പോലെയുള്ള ശേഷിയില്ല. ആ ഒരു അവസ്ഥയിലെ രേവതി ഉള്ളത്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ചെന്നപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അല്ല രേവതിനെ വിളിക്കണ്ടേ? അയ്യോ വേണ്ട മോളെ, അവളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെ വെട്ടി വിഴുങ്ങും അവള്. നമുക്ക് കഴിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അവളെ വിളിച്ചിട്ടുള്ള കഴുത്തൊന്നും നമുക്ക് വേണ്ട, നമുക്ക് കഴിക്കാം. മോള് ഇവിടെ ഇരിക്കുക. അവളെ വിളിക്കുന്നത് എന്തിനാ? അവളെ വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല.
ബാ മോളെ എന്ന് പറഞ്ഞു. ഏതായാലും ശ്രുതിക്ക് എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥതയുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പം നമ്മുടെ സച്ചി എന്തു പറയും, അതുപോലെ തന്നെ പനി പിടിച്ച് കിടക്കുന്ന ഒരാളാണല്ലോ, ഒരു സ്ത്രീ ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ഇത് നമ്മുടെ ശ്രുതി കാണിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയുടെ വാക്കുകൾ കേട്ടിട്ട് ശ്രുതിക്കൊന്നും ചെയ്യാനും പറ്റില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ അവർ ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി വെറും പച്ചവെള്ളം മാത്രം കുടിക്കുകയാണ് കേട്ടോ. അകത്ത് കിടക്കുകയാണ്. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ അവിടെ ജക്കിൽ കുറച്ച് പച്ചവെള്ളം കുറച്ച് മാത്രം ഇരിപ്പുണ്ടായിരുന്നു ജക്കിന്റെ അടിയിൽ. ആ അടിയിലെ പച്ചവെള്ളം മാത്രം നമ്മുടെ രേവതി കുടിക്കുക. പിന്നെ പോകാൻ ഒരു മടി, എങ്ങോട്ടേക്ക്, കിച്ചണിലേക്ക് പോകാൻ മടിയല്ല, പോകാൻ പറ്റത്തില്ല. അതിനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ രേവതി അത് അവിടെ നിന്ന് എടുത്ത് ആ കുറച്ച് വെള്ളം മാത്രം കുടിക്കുന്നു. ഇതേ സമയം നമ്മുടെ സുധി വന്നു കേട്ടോ. സുധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിക്കുക, ഇതെന്താടാ ഷോറൂമിൽ വരെ വന്നോ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്മെല്ല്? അതുകൊണ്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഹേയ് അതൊന്നും അല്ലമ്മേ, നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടൂലോ. പിന്നെ ഞങ്ങളുടെ കൂടെ എന്നൊന്നും പറയണ്ട, നിന്റെ ഭാര്യയുടെ കൂടെ എന്ന് പറ. അല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീ പോവോ അതോ ഇന്ന് ലീവാണോ? അമ്മേ ഞാൻ പോവൂ അമ്മേ, ഞാൻ പോവാതിരിക്കില്ല. അയ്യോ ഇതെന്താ ശ്രുതി, നീ ഓംപ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കുക, അതൊക്കെ നന്നായിട്ട് കഴിക്കണ്ടേ. മുട്ടയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല പോഷകം നൽകുന്ന സാധനങ്ങളാ. അതും കൊണ്ട് ഒരു കാര്യം ചെയ്യ്, മുട്ട എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും പറഞ്ഞു, കഴിക്ക് ശ്രുതി, മുട്ട എടുത്ത് കഴിക്ക്. അപ്പം ശ്രുതി പറഞ്ഞു, ഹേയ് വേണ്ട, ശ്രുതി എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ തമ്മിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, എങ്കിൽ പിന്നെ ഞാൻ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് മുട്ടയൊക്കെ കഴിക്കുകയാണ്. അപ്പോഴേക്കും പരിപ്പ് കറി കൂട്ടിയിട്ട് പറഞ്ഞു, അതെ നല്ല സൂപ്പർ പരിപ്പ് കറിയാണല്ലോ, ഈ പരിപ്പ് കറി നന്നായിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ, ഈ പരിപ്പ് കറി ഒന്നെടുത്ത് കൂട്ടെന്ന് പറഞ്ഞ് പരിപ്പ് കറി എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, കണ്ടോ ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ, ഇതുവരെ ഇന്നേക്ക് എനിക്കൊരു അച്ചാറ് പോലും ഇവൻ വിളമ്പി തന്നിട്ടില്ല, ദേ ഇവ വിളമ്പുന്നത് കണ്ടോ ശ്രുതിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ദേ എൻ്റെ അമ്മ പോന്നമ്മയെന്ന്, ദേ അമ്മയ്ക്ക് എന്താ പരിപ്പ് വേണോ, ഞാൻ തരാം. ഹേയ് പരിപ്പൊന്നും എനിക്ക് വേണ്ടേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നിട്ട് രേവതി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര, ഇതെന്താടാ നീ കിടന്ന് അലർന്നത്? അല്ല രേവതി എന്തിയെ? രേവതി എന്റെ ബാഗിനകത്തോണ്ട്, വേണമെങ്കിൽ ചെന്ന് എന്റെ റൂമിനകത്തുനിന്ന് എടുത്തോളാം ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കിടന്ന് ചിരിക്കുകയാണ്. ശ്രുതി കിടന്ന് ചിരിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ്, അയ്യോ ഒരു വലിയ തമാശ, എടാ നിനക്ക് എന്തുവാടാ, മിനിമം ഒരു ക്വാളിറ്റി എങ്കിലും വേണ്ടേ തമാശയ്ക്ക്, അത് കേട്ട് ചിരിക്കുന്നു, അന്ന് പോടാവേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തൊരു തട്ട് തട്ടിയിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇതെന്താ അമ്മ എപ്പോഴും ഇയാൾ ഇങ്ങനെ എന്റെ ഭർത്താവിനിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കണ്ടില്ലേ ഇപ്പോഴും അടിച്ചിട്ട് പോയില്ലേ എന്ന് പറഞ്ഞപ്പോ, ദേ അതൊന്നും മോളും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇവരെയൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ? ഇവന് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതല്ലേ, അതുകൊണ്ടാ എന്റെ സുതിമോൻ പോലും മൈൻഡ് ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി രേവതിനെ കാണാഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കിടക്കുകയാണ്. രേവതി കിടക്കുന്ന കണ്ട ഉടനെ തന്നെ സച്ചി രേവതിനെ ഒന്ന് നോക്കിട്ടോ. എന്നിട്ട് രേവതിയുടെ അടുത്ത് പതുക്കെ വന്നിട്ട്, രേവതി നിനക്ക് എന്താ പറ്റിയത് രേവതി എന്ന് ചോദിച്ചു. എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഹേയ് ഒന്നുമില്ല, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് തരാം. അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നേ, നിന്നെ കണ്ടറിയാം, നിനക്ക് ആകെ മൊത്തത്തിൽ എന്തോ ഒരു ക്ഷീണം ഉണ്ടെന്ന്. എന്താ നിനക്ക് പറ്റിയെന്ന്, നീ എന്താ പറ്റിയത്, നീ തുറന്നു പറ. വല്ലാണ്ടാണല്ലോ നിന്റെ മുഖമൊക്കെ അങ്ങ് ഇരിക്കുന്നത്, സുഖമില്ലേ നിനക്ക്, പനിയുണ്ടോ നിനക്ക് എന്ന് പറഞ്ഞ് നെറ്റിയിൽ പതുക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിട്ടോ. എന്നിട്ട് പറഞ്ഞു, പനിയൊന്നുമില്ലല്ലോ. എന്താ മോളെ, എന്താ രേവതി നീ ക്ഷീണിച്ചിരിക്കുന്നത്, ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ നീ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടി, നീ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലേ, ഈ വീട്ടിൽ എത്ര പേരുണ്ട്, അവരാരും നിനക്കൊന്നും എടുത്തുകൊണ്ട് തന്നില്ലല്ലേ, ഇവിടെ ഉള്ളവർ മനസാക്ഷി ഇല്ലാത്തവരായി പോയല്ലോ, കണ്ണിൽ ചോര ഇല്ലാത്തവരായി പോയല്ലോ, രാവിലെയും ഒന്നും കഴിച്ചില്ല, അതിനിടയിൽ ക്ഷേത്രത്തില് ഉരുളാനും പോയി. നീ എന്താ രേവതി ഇങ്ങനെ, തീരെ വയ്യേ നിനക്ക്, നിന്റെ ശരീരം നിനക്ക് നോക്കണ്ടേ? അല്ല ഹോസ്പിറ്റലിൽ പോണോ? എങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. അയ്യോ വേണ്ട, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. അപ്പം നിനക്ക്, അല്ല ഈ ജക്കിൽ പോലും ഒരു തുള്ളി വെള്ളമില്ലല്ലോ, വെള്ളം പോലും നീ കുടിച്ചില്ലേ? വയ്യാതിരുന്നിട്ട് ഒരു വെള്ളം പോലും അവർ എടുത്തു തന്നില്ലല്ലേ എന്ന് പറഞ്ഞു ജക്കിൽ നോക്കിയിട്ട്. അപ്പോഴും നമ്മുടെ രേവതി ഒന്നും മിണ്ടിയില്ല കേട്ടോ. എന്താ അവര് കരുതിയിരിക്കുന്നത്, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജക്കും എടുത്തോണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ സച്ചി ഡൈനിങ് ടേബിളിന്റെ അവിടെ ചെന്നിട്ട്, അതെ നിങ്ങളുടെ മാത്രം വയറ് നിറഞ്ഞാൽ മതിയല്ലേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, സുഖമില്ലാത്ത അവളോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ലേ, അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങള്, ഒരു തുള്ളി വെള്ളം കൊടുത്തോ, നിങ്ങളൊക്കെ മനുഷ്യരാണോ, കണ്ടിച്ചോരയില്ലാത്ത ശവങ്ങള്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, സുഖമില്ലെങ്കിൽ പോയി ഡോക്ടറിനെ കാണിക്കുക, അല്ലെങ്കിൽ മരുന്ന് കൊടുക്ക്.
ഹാഹാ നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കലല്ല ദേ ഇവിടെ ഉള്ളവർക്ക് പണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ നിന്റെ ഭാര്യയ്ക്ക് പ്രശ്നം വന്നതെങ്കിൽ നീ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുവോ? ഇല്ലല്ലോ. അപ്പൊ സച്ചിയോട് പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു, നീ വിളയാടിയതൊക്കെ മതി, നീ നിർത്ത. നിന്റെ ഒരു ഭാര്യ അതെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സച്ചി പ്രതികരിച്ചിരിക്കും, ഈ സച്ചി ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാ ഈ സച്ചി ചോദിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തത് എന്താണെന്ന്. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി സച്ചിയുടെ ഈ ചോദ്യം കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി ഇരിക്കുകയാണ്. തന്നോട് സ്നേഹമുണ്ട്, തന്നെ കെയർ ചെയ്യുന്നുണ്ട്. അവരോടുള്ള വഴക്ക് പറഞ്ഞത് കൊണ്ടൊന്നും അല്ല കേട്ടോ. സ്വാഭാവികമായിട്ട് നോക്കുവാണെങ്കിൽ ഇതൊക്കെ പറയുന്നത് രേവതിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രേവതിക്ക് ആ ഒരു പറച്ചിലിൽ തന്നെ എന്തോ ചെറിയൊരു സന്തോഷമൊക്കെ വന്ന പോലെ ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ചാന്തി മുഹൂർത്തം ഇന്നും നടന്നില്ല, നാളെ ഉറപ്പായിട്ടും നടക്കും. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് ഇങ്ങനെ കുറച്ച് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് കേട്ടോ ശാന്തി മുഹൂർത്തം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പനിയുടെ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുന്നത് കേട്ടോ. അപ്പം നാളെ ആകുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വെള്ളമൊക്കെ കൊടുത്ത് ചോറൊക്കെ വാരി കൊടുത്ത് പതിയെ ശാന്തി മുഹൂർത്തത്തിലേക്ക് തന്നെ കിടക്കും. അത് ഉറപ്പാണ് കേട്ടോ. ഏതായാലും ഇനി ഞാൻ വാക്ക് മാറ്റില്ല, നാളെ തന്നെയാണ് ശാന്തി മുഹൂർത്തം. നാളെ ആ ശാന്തി മുഹൂർത്തം ഉണ്ടാകും, അത് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. എന്നെ പൊങ്കാലിടാൻ വരരുത്, ഇന്ന് ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സെറ്റിൽ പോയി ശാന്തി മുഹൂർത്തം നടത്തണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കിവിടെ ഇരുന്ന് കഥ പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കും. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ, അതുപോലെ തന്നെ ഗൗതമിന്റെയും നന്ദുയുടെയും കഥയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. ഫുൾ വിശേഷവും പ്രമോ വിശേഷവും എന്നും ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും കൂടെ ഒന്ന് കാണുക, കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. നെക്സ്റ്റ് ഒരടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.